രാജു, ഈ ഒരു സാഹചര്യം എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. രാജു, ഈ ഒരു സാഹചര്യത്തിലും നീ തന്നെ എന്നെ രക്ഷിച്ചേ. സാർ, എടി, എവിടേക്കാടി ഈ സമയത്തൊരു ഒളിച്ചോട്ടം? നീ എവിടേക്ക് ഒളിച്ചോടിയാലും ഇന്ന് നിന്റെ കല്യാണം ദീപക്കുമായി ഞാൻ നടത്തും. അതിന് എവിടെ വച്ചാണെങ്കിലും. വാ, വരാൻ. എന്താടി, നിനക്കിനിയും മതിയായില്ലേ? എല്ലാവരുടെ മുന്നിൽ കുടുംബത്തിന്റെയും പ്രതാപന്റെ മാനം കളഞ്ഞിട്ട് ഇനിയും നിനക്ക് അഹങ്കാരം തീർന്നില്ലേ? നിന്നെ ഞാൻ അത് വേണ്ട അംബിക മാഡം. വെറുതെ ആളുകളുടെ മുന്നിൽ വെച്ച് രിതിക മാഡം ആരുടെയും കൂടെ ഒളിച്ചോടി പോയതല്ല. നിങ്ങളുടെ മകന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇവിടുന്ന് പോയതാ. എന്റെ മകൻ എന്താടാ കുറവ്? സൗന്ദര്യമില്ലേ? കുടുംബ മഹിമയില്ലേ? പോരാത്തതിനെ അവൻ പഠിച്ചത് അമേരിക്കയിലാ. ഇതീ കൂടുതൽ ഇവക്ക് എന്താടാ വേണ്ടത്? ഒന്നും അവന് കുറവില്ല അംബിക മാഡം, എല്ലാം അവന് കൂടുതലാ. എല്ലാം കൂടുതലുള്ളതുകൊണ്ട് തന്നെ അവന് ചില ക്വാളിറ്റികളും കൂടുതലുണ്ട്. ആ ക്വാളിറ്റികൾ പൊതുസമൂഹത്തില് പറയാൻ കൊള്ളാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പറഞ്ഞു, എന്തും പറഞ്ഞു. നിനക്ക് അതിനുള്ള അവകാശവും അധികാരവും നീ എല്ലാവരെയും സുഖിപ്പിച്ച് സാധിച്ചു വച്ചിട്ടുണ്ടല്ലോ. നിനക്കറിയാം മറ്റുള്ളവരുടെ മുന്നിൽ എങ്ങനെ നല്ല പിള്ള ചമയണമെന്നും എന്റെ മകനെ എങ്ങനെ കൊള്ളരുതത്തവനായി കാണിക്കണമെന്നും. രാജു പറഞ്ഞതൊക്കെ നേരാ. എന്താടി ഇത്? കല്യാണത്തിന് മുൻപ് എന്തിനാ ഈ താലി കെട്ടിയതെന്ന് പറയടി. ആരാ ഇത് കെട്ടിയതെന്ന്? താലി എന്താ തമാശ കളിയാ? നിന്നോടല്ലേ പറഞ്ഞത്? കൈ വിടേ. തൊട്ടുപോരുത്. അതെ, ഇത് താലി തന്നെയാ. എനിക്കിത് ഒരിക്കലും ഒരു തമാശയല്ല. ഒരാളെ വിവാഹം കഴിച്ച് മറച്ചു വച്ചതിന് ശേഷം വേറൊരു വൃത്തികെട്ടയാളെ വിവാഹം കഴിക്കാൻ എനിക്കാകില്ല. അതുകൊണ്ട് തന്നെയാ ഞാൻ ഇവിടെ നിന്നും പോയത്. ആരാടി
നിന്നെ താലി കെട്ടിയ ആ മഹാൻ പറയടി. ഇതാണ് അയാൾ. ഇപ്പൊ എല്ലാം ശരിയായി. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയിന്ന് പറഞ്ഞതുപോലെയായി.